മരം കണ്ടാ പഴുത്തതുണ്ട്, പഴുത്തത് കാണിച്ചു തരാം. ഹായ്, നമ്മളിന്ന് നേരത്തെ ഇറങ്ങട്ടാ. ഞങ്ങൾ ഇന്നലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഇന്നലെ 7 മണി കഴിഞ്ഞ്, ഇന്ന് 5:30 എണീറ്റു. 6 മണിയാകുമ്പോഴത്തേനും റെഡിയായി. ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. ഞാനും അൻസലും കൂടിയാണ് പോകണം. അൻസല റെഡി അല്ലേ? ഫുൾ സെറ്റ്. കാരണം വേഗം ഇവിടെ വെയിൽ വരും, പിന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ നല്ല വൈബ് അടിച്ച് നമുക്ക് പവറാക്കി പോവാം. ഞങ്ങൾ രണ്ടുപേരാണ് വൈബ് അടിച്ച് പോണേ. രണ്ടാൾക്കാർ നല്ല സുഖത്തിൽ വൈബ് അടിച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങട്ടെ. പമ്പിൽ നിന്നും നമ്മൾ ഇറങ്ങിയിട്ടാ. അത് നല്ല നേരത്തെയാണ്. നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇത്രയും നേരത്തെ ഇതുവരെ ഒരു ദിവസം പോലും ഇറങ്ങിയിട്ടില്ല. നല്ല തണുപ്പാ. ഞാൻ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് റൈഡ് ചെയ്ത്. റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തണുപ്പല്ലാതെ അറിയില്ല ഉള്ളിലേക്ക്. ഈ രാവിലെ റൈഡ് ചെയ്യാൻ എന്ത് സുഖം അറിയോ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, നല്ല സമാധാനമാണ്. കുറച്ചങ്ങ് കഴിഞ്ഞാൽ വെയിലാവും. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. എന്നുവെച്ചാൽ ഇവിടുത്തെ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നല്ല ചൂടാണ്. ഞാനൊരു ചെറുനാരങ്ങ തോട്ടം കണ്ടപ്പോൾ കയറിയതാട്ടാ. ആ ചെറുനാരങ്ങ കിട്ടണണ്ടാ, ഉണങ്ങിയ മരത്തിയുമ്പോൾ ഫുള്ള് നാരങ്ങ. ഇനിമത് പച്ച, പഴുത്തത് എല്ലാം ഉണ്ട് കേട്ടാ. വേണ്ട മരം കണ്ടാ പഴുത്തതുണ്ട്, പഴുത്തത് കാണിച്ചു തരാം. വലിയ നാരങ്ങല്ല കേട്ടോ, ചെറുനാരങ്ങ. ഇതണ്ട, ഒരുപാടുണ്ട്. കുറേ മരമുണ്ട് കേട്ടോ. അതിങ്ങനൊരു തോട്ടാണ്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറേ കണ്ടായിരുന്നു. നമ്മൾ തെലങ്കാന കയറുന്നതിൻ്റെ മുന്നൊക്കെ ഒരുപാട് കണ്ടായിരുന്നു. ഇത് കണ്ട, ഉണങ്ങിയൊരു മരത്തിൽ നിറയെ ഉണ്ടായി. ഇതിങ്ങനെ കാണുമ്പോൾ കടിച്ചു വരച്ച് തിന്നാമെന്നുണ്ട്. പക്ഷെ ചെറുനാരങ്ങല്ലേ, ഈ മരത്തിൽ ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴേ ഭയങ്കര ഭംഗിയും നല്ല ഫ്രഷ്നെസ്സും ഉണ്ട്. പക്ഷെ ചെറുനാരങ്ങ ആയതുകൊണ്ട് തിന്നാൻ തോന്നണില്ല. ഒരുപാടുണ്ട് കേട്ടോ. അങ്ങോട്ട് ആ ഏരിയക്കൊക്കെ ഉണ്ട്. കുറേ ഒരു തോട്ടം പോലെയാണ്, വലിയ ഏരിയയാണ്. വിടാം. ചായ കുടിക്കാനുള്ള പോക്കട്ടാ. ചോദിച്ചോക്കാം. ആ, ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടാ. മസാല ദോശ പോണ്ടേ. ചെറിയ പൈസ ഉള്ളൂ, വലിയ അറിവില്ല. ഇന്ന് മുതൽ ഞാൻ ബഡ്ജറ്റ് ടൈറ്റാക്കാം. ഓരൊക്കെ അത്യാവശ്യം നല്ല ബിരിയാണി തീറ്റായിരുന്നു മുന്നേ. എനിക്കറിയരുത് ഇത് അവസാനം ഇങ്ങനെയൊക്കെ എത്തുള്ളൂ. ബിരിയാണി തീറ്റ കൂടിയിട്ടേ ബഡ്ജറ്റ് കുറഞ്ഞ് വരണുണ്ട് പറഞ്ഞു. അപ്പം ഇനി കുറക്കണം, ബ്രെഡും ജാമും മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓ സീന്, ലോറി മറിഞ്ഞേക്കുന്നു കേട്ടാ. തക്കാളിയായിട്ട് പോണ ലോറിയാ. ആ റോട്ടിൽ ആ സൈഡിലാണെങ്കിൽ ഫുള്ള് തക്കാളി. എന്തോ ഒരു കഷ്ടം. ഉറങ്ങിയതാ തോന്നുന്നു. എൻ്റെ മോനെ,
भाई ये कब हुआ भाई? अभी कुछ हुआ नहीं ना? कार वाला साइड दबा दिया, कार वाले ने। हाँ, ड्राइवर कौन है? हॉस्पिटल में गए। तत्काली ഒരു കാറായിരുന്നു സൈഡ് കൊടുത്താൽ ഒരു ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് കയറി മറിഞ്ഞ് എമ്മ തട്ടി മറിഞ്ഞതാ. ലോഡുള്ളതുകൊണ്ടേ അവിടുന്ന് അങ്ങനെ ബ്രേക്ക് പിടിച്ചത്. കാറായിരുന്നു സൈഡ് കൊടുത്താന്ന് പറഞ്ഞു. ബ്രേക്ക് പിടിച്ചാലും അങ്ങനെ പോയിട്ട് എമ്മ തട്ടിയിട്ട് അങ്ങ് മറിഞ്ഞതാ. അല്ലാത്ത അവസ്ഥ ട്ടാ. ഈ ഒരു സംഭവം വെച്ചിട്ട് എത്ര ആള് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ആൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ഡ്രൈവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നാ പറഞ്ഞു. ഇത് കണ്ടാ വരിവരിക്ക് പോണ ടീം എത്ര എണ്ണ അറിയോ? ഹലോ 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 എത്ര എണ്ണാണ്? ഒന്നുമില്ല മക്കളെ തരാന്, ഒന്നുമില്ല തരാന്. हिंदी आता है? कैसे भैया इतना आराम से इतने लॉन्ग? अच्छा है ना? कितना दिन लगेगा आपको यहाँ से जाने का? इधर से जाने का 25 डेज है. उधर कश्मीर जाने का पूरा प्लान 2 महीने का. 9 months. 2 महीने. 2 months. ആൾക്കാർക്കൊക്കെ അത്ഭുതം എങ്ങനെ ഞങ്ങൾ ചവിട്ടണ്, ഇതെങ്ങനെ പറ്റണേന്ന്. നമ്മളൊരു ഇഷ്ടം കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം പറ്റും. നമ്മളെല്ലാവരും ജോലിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കൂല. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നമ്മൾ 55 കിലോമീറ്റർ കവർ ചെയ്തിട്ടാ 12 മണിയായി. രാവിലെ 6 മണിക്ക് ഇറങ്ങിയോണ്ട് ഇത്രയും ലോങ് റൈഡ് ചെയ്യാൻ പറ്റിയത്. സുഖാനും തോഹയും നമ്മളെക്കാട്ടും ഒരു 35-40 കിലോമീറ്റർ ബാക്കിലാണ്. ഇന്നിപ്പോൾ ഹൻസൽ ബ്രെഡും ജാമൊക്കെ വാങ്ങിയിരിക്കണ്. അപ്പം ഉച്ചയ്ക്ക് ബ്രെഡും ജാം ആക്കാനാണ് പരിപാടി. ചിലവർക്കൽ സ്റ്റാർട്ട്സ്. ഇനിയിപ്പോൾ മിക്ക ദിവസം ഉച്ചയ്ക്ക് ബ്രെഡും ജാം ആവാൻ ചാൻസ് ഉണ്ട്. ബ്രെഡ് ജാമും കഴിക്കാൻ അടിപൊളി സ്ഥലം കിട്ടിയിട്ടാ. ഇവിടെ കണ്ടാ അതിമ പോയി നല്ല നെൽവയലും കണ്ട് മലയും കുന്നൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ടിരുന്ന് ഫുഡ് കഴിക്കാം. യോഗല്ലേ ഇങ്ങനെ വയലിലൊക്കെ എടുത്തിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ. നമ്മളെ ബ്രെഡും ജാം എടുക്ക്, ബ്രെഡും ജാം എടുക്ക്. ചിലവ് ചുരുക്കൽ ഡേ 1.
എന്താ ഫീലെന്നറിയോ? ബ്രെഡും ജാമും വയലും. അടുത്തോടെ ട്രെയിന് പോണ സൗണ്ട് ഉണ്ട്. പൊള്ളില്ലേ? സൂപ്പർ. ഇവിടാ പോവാ. നല്ല തണലുള്ള സ്ഥലം കിട്ടിയാൽ റെസ്റ്റ് ചെയ്യാം. ഫുഡ് അടി കഴിഞ്ഞില്ലേ? ഈ രാത്രിക്കത്തെ നോക്കിയാൽ മതിയല്ല. അപ്പോൾ എവിടെയെങ്കിലും പോയി റെസ്റ്റ് ചെയ്യാം. 25 രൂപ കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് പരിപാടി കഴിഞ്ഞ്. 100 രൂപ കൊണ്ട് തീർക്കലേ വേണമെന്ന് വിചാരിച്ചാൽ 100 തീർക്കണോ? രാത്രി നന്നായിട്ട് ഫുഡ് കഴിക്കടാ. ഓക്കെ, ഞങ്ങൾ റെസ്റ്റ് എടുക്കണം നിർത്തിയിട്ടാ. ഇന്നലത്തെ അതേമാതിരി തന്നെ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. എന്നിട്ട് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞതിൻ്റെ ശേഷം പോവാന്ന് വിചാരിച്ചിട്ടാ. ഒരു ബസ് സ്റ്റോപ്പ് കിട്ടി. മറ്റേ ഇത് എടുത്താൽ മതി, ഹെൽമെറ്റ് എടുത്താൽ മതി. ഹെൽമെറ്റ് എടുത്തങ്ങ് കിടക്ക്. കഴിഞ്ഞിട്ട് കാണാം. 2 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട്. തമിഴ്നാട്ടുകാരെ ദാവയാണ്. മനസ്സിലാകുമ്പോൾ പോവാ. ആശാമാർ വന്നല്ലോ. താഹ നിങ്ങൾ പിന്നെ റെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നേ? സഫാനെ ഞങ്ങൾ വിട്ട് എന്നാ വാ. അൻസല് വാ. അൻസല് 2 മണിക്കൂർ അവിടെ കിടന്നിറങ്ങി. ഇവിടെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് മലയാളികളെ കണ്ട് പിന്നെ നല്ല വിടാം. ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇന്ന് 100 അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഒരു വെറൈറ്റി മല കണ്ട, ഫുള്ള് ചെറിയ ചെറിയ കല്ലിട്ടിട്ട് അങ്ങനെ ഒരു മല. ഇതെന്താ ഇങ്ങനെയെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പൊട്ടിച്ചതാണോ അതോ അത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും കാണാൻ രസമുണ്ട്. Where are you going? Huh? Where are you going? Kashmir. Kashmir? From Kerala? Yeah. Wow. So what is your motto? Just feed the hungry. Yeah. On the way, I will feed the hungry people. Very good, sir. I think you have a YouTube channel. Yeah. What channel you have? YouTube channel. Which channel? Musafir by Niyas Melody. Musafir. ये याद रख. नियास मेलेदिल डाल दिया तो मिलेगा मुझे. कौन है? ചെറിയ പിള്ളേരൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് കേട്ടോ. ആ ബാക്കിൽ ഇരിക്കണ ആ പയ്യൻ പറയാം, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടല്ലേ, ക്യാമറ കണ്ടപാടെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു. എല്ലാവരും ഹാപ്പി ജേർണീസ് ആയിരുന്നു. ഇവിടെ നമ്മുടെ കേരളത്തിൽ നായർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നായർ എന്നുള്ള വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുതിയേക്കണത് അവർ ക്ഷത്രിയരാണെന്ന് കരുതിയേക്കണത്. ഒരിക്കൽ ആ നായന്മാർക്ക് ഇവിടെ വന്നിട്ട് ഒരു ബ്രാഹ്മണന്റെ വീടിന് ഉമ്മർപ്പടിയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജാതി വിഭജനമുണ്ട്. അവർ ക്ഷത്രിയരല്ല, അവർ വരുന്നത് ശൂദ്ര വിഭാഗത്തിലാണ് പെടുത്തിയേക്കുന്നത്. അത് നായന്മാർക്കറിയില്ല കേരളത്തിലാണ്. പക്ഷേ ഇവിടെ അത്രയും ജാതി, ഇനി ഈ ജാതിനകത്ത് തന്നെ കൊലപാതകങ്ങളുണ്ട്. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട 2 വിഭാഗങ്ങളിൽ ഒരു പൊടിക്കൽ പോയായിട്ടുള്ള ആൾക്കാരും ഇവരും തമ്മിലൊരു ബന്ധമില്ല. അത്രയ്ക്ക് വിവേചനവും ധ്രുവീകരണവും ഉള്ള ഒരു സ്ഥലമാണ്
ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മഹാരാഷ്ട്രയിൽ പോയാലും മധ്യപ്രദേശിൽ പോയാലും UP-ൽ പോയാൽ പിന്നെ നോക്കണ്ട, ഏക ഇത് തന്നെയാണ് ഈ സ്ഥലങ്ങൾ. അവിടെ എല്ലാമാണ് കേരളം ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത്. അത് ഉണ്ടായത് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെയാണ്, വിദ്യാഭ്യാസത്തിന്റെ ഇതിലൂടെയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു നിസ്സാര കാര്യമല്ല. ഇവിടെ എങ്ങനെയാണെന്ന് അറിയാമോ, കാശുള്ള ആൾക്കാർക്ക് പഠിക്കാം. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെയുള്ള ഈ എന്തായാലും പറയേണ്ട മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവും എല്ലാം ഉള്ളത് ഹൈദരാബാദും അതുപോലെ തന്നെ കർണാടകയിലൊക്കെയാണ്. പക്ഷെ എന്താണ് സംഭവം, കോഷം പണി വേണം, ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പഠിക്കാം. നമ്മളോട് അങ്ങനെയാണ്, നമ്മളോട് PG വരെയാണെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇവർ വരണം. അതെ അതെ, ഇവിടെ തന്നെ പല കുട്ടികളും ഇതേപോലെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ, ഇതേപോലെയുള്ള പല കുട്ടികളും സ്കൂളിൽ പോകില്ല. അവർ സ്കൂളിൽ പോകാറില്ല. അവരെന്തെങ്കിലും അറിയാം, പാടത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 400 രൂപ കൂലി കിട്ടും. പിന്നെ അടുത്ത കാര്യം കൂടി അറിയണം, ഇവിടെ കൊടുക്കുന്ന കൂലി 450 500 രൂപ ഒരാൾക്ക് ഒരു ദിവസത്തെ വേതന ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഊണ് കഴിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. തീർച്ചയായിട്ടും മനസ്സിലായോ? 130 രൂപയ്ക്കാണ് ഊണ് മേടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചായ കിട്ടണില്ല, ഈ അമൃത് ക്ലാസ്സിലാണ് ചായ വരുന്നത്. ഇത് ചില സ്ഥലത്ത് 10 രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഒരു പരിപ്പുവരയ്ക്ക് 100 രൂപ കൊടുക്കണം. ഈ അവസ്ഥയാണ്. ഒരു സിനിമാ തിയേറ്ററിൽ സിനിമയ്ക്കാണെങ്കിൽ 250 രൂപ കൊടുക്കണം. ഇതിനിടക്കാണ് പെട്രോളിന്റെ വില 100 രൂപ. നമ്മുടെ അടുത്ത കാട്ടി 4-5 രൂപ കൂടുതലാണ് ഇവിടെ ഉള്ളത്. വരുമാനം കുറവും. അപ്പൊ എന്തായിട്ടാണ് പാവപ്പെട്ട ആൾക്കാർ ഇവിടെ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവൻ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്തരം ഇവിടെ ഉണ്ട്. ഇത് മാറ്റിയാലേ ഈ രാജ്യം ശരിയാവുള്ളൂ. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു, നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങൾ ഇന്ത്യയുടെ ആത്മാവാണ്. ഈ ആത്മാവിലൂടെ തന്നെയാണ് നിങ്ങൾ ഈ സൈക്കിളും ചോട്ടിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാനായിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. സാഹിത്യക്കാരാ ഞങ്ങൾ പോട്ടെ, നിങ്ങൾ നാളെ നാട്ടിൽ പോവല്ലേ? നാളെ നാട്ടിൽ പോകും. വീണ്ടും നമ്മൾ മീറ്റ് ചെയ്തു. ഇനി നാട്ടിൽ നിന്ന് നമുക്ക് കാണാം. ആ പ്ലാനിങ് ഞാനുണ്ട്. പൈസ കൊടുത്ത് ഞങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൂർ ആരോടും പറഞ്ഞിട്ട് അത് അങ്ങനെ പോണൊരു രസമുണ്ട്. ഫോട്ടോ എടുക്കാം. ചേട്ടാ പോട്ടെ, ശരി, നാട്ടിൽ വന്നിട്ട് കാണാം. ചേട്ടാ ശരി, നാട്ടിൽ വന്നിട്ട് നമ്മൾ വിളിക്കാം. അസം റീജിയണോ? ആ അടിപൊളിയാ നോർത്ത് ഈസ്റ്റ്. ശരി, ബൈ. നാട്ടിലെത്തിയിട്ട് നമുക്ക് മീറ്റ് ചെയ്യണം. ആയിക്കോട്ടെ ശരി. ഫുഡ് കഴിച്ചില്ലല്ലേ ഈ? എനിക്ക് ആ ഒരു ഫുഡ് വാങ്ങി തന്നെ, ചപ്പാത്തിയും ദാൽ കറിയും പിന്നെ ആലുവിൻ്റെ ഒരു സബ്ജിയും. അടിപൊളി. കൊറേ നേരം ഒന്ന് സംസാരിച്ച് നമ്മള് രണ്ടാമത്തെ ഇതാണ് കാണുന്നത്, രണ്ടാമത്തെ പ്രാവശ്യം വരെ കാണുന്നത്. വേറെ മൂഡ് ആൾക്കാരല്ലേ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് രക്ഷയില്ലാത്ത ആൾക്കാർ. സമയം എത്രയായി? നമുക്ക് മെല്ലെ ഈ പമ്പ് ചോദിച്ചാലോ? അവരിപ്പോ വരൂലേ? ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. വേസ്റ്റ് ബിന്നിലിട്. അത് 2 എണ്ണം ഉണ്ട്. ഞാട്ടല്ല, ഞാൻ വേസ്റ്റ് ബിന്നിലാണ് കൊണ്ടിട്ട് പോവാ. ആ പമ്പ് ചോദിക്കാ. യാത്ര ചെയ്യുന്നവർക്കാണ് അങ്ങനത്തെ കുറേ അറിവുകളുണ്ടാവും കേട്ടോ. എന്തൊക്കെ അറിവുകളറിയോ? അവരടുത്ത പ്ലാന് കൊച്ചി ടു റഷ്യ, കൊച്ചി ടു UK എന്ന് പറയുന്നുണ്ട്. കൊച്ചി ടു റഷ്യയാണ് അവർ മെയിനായിട്ട് കാണുന്നത്. അജാതി യാത്രക്കാരൻ. നോർത്ത് ഈസ്റ്റാണ് അവരെ മെയിൻ കേന്ദ്രം. അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സാ രണ്ടുപേരും. നാളെ നാട്ടിൽ പോവാണ്. അടിപൊളി. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ നമുക്ക്.
ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പുണ്ട്. ആ പമ്പ് ചോദിക്കണം. സമ്മതിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പമ്പ് പോകണം. ചോദിച്ചു നോക്കാം എന്തായാലും. നമ്മൾ അവരായിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ചോദിച്ച് സമയം 6:30 മണിയായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ ചോദിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. നല്ല സ്ഥലം കേട്ടോ. തൊട്ടടുത്ത് തന്നെ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സൺസെറ്റ് ആയോണ്ടിരിക്കണ്. ഞാനും അൻസലും മാത്രമേ ഉള്ളൂ. എന്താ അവസ്ഥ? സൂപ്പർ, അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. നല്ല സ്ഥലം. നമുക്കിന്ന് പുലർച്ചെ ഇറങ്ങിയോണ്ട് നല്ല വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആ അതന്നെ അതന്നെ. മറ്റൊരു രണ്ടുപേരും വന്നോണ്ടിരിക്കണുള്ളൂ, എത്തിയിട്ടില്ല. ഒരു 10 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. മടിയന്മാരല്ല, അവര് നല്ല സ്പീഡിലാണ് റൈഡ് ചെയ്തോണ്ടിരിക്കണം. അതാണ്. പിന്നെ പതുക്കെ പതുക്കെ. പിന്നെ രാവിലെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ് അവര് വരുന്നത്. ഞങ്ങള് ഉച്ചക്കാണ് ഇവന്റെ ഉറക്കം. ഇവന്റെ മെയിൻ ഉറക്കം ഉച്ചക്ക 2 മണിക്കൂർ കിട്ടുന്ന ഉറങ്ങി. എനിക്കാണെങ്കിൽ ഉച്ചക്ക് ഉറക്കം വരില്ല. അതാ പ്രശ്നേ. ആ എനിക്ക് അങ്ങനെ ഉച്ചക്ക് ഉറക്കം വരില്ല. അത്രയും ടയർഡാണെങ്കിലേ ഉറക്കം വരുള്ളൂ. അപ്പൊ ടെന്റ് അടിക്കണം. ഞാനിവിടെ ഉണ്ട്. ഇവിടെ സെറ്റ് ആവണം. അവര് വരാൻ കാത്തിക്കണില്ല. അപ്പൊ ശരി, നാളെ കാണാം.